ശശി തരൂർ വീണ്ടും എയറിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയും പഞ്ച് ഡയലോഗുകൾ അടിക്കുകയും ചെയ്യും. ഇപ്പോൾ പക്ഷേ ഡയലോഗല്ല, ശക്തമായ ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത്, മലയാളത്തിലും ഇംഗ്ലീഷിലും. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് കുടുംബവാഴ്ചയും കുടുംബാധിപത്യവുമാണ്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം വേറെ ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. സ്റ്റാലിൻ, തമിഴ്നാട്ടിൽ കരുണാനിധി സ്റ്റാലിൻ്റെ ഉദാഹരണം പറയുന്നു. അതുപോലെ തന്നെ പിന്നെ ബിജു പട്നായിക് നവീൻ പട്നായിക് ബന്ധങ്ങൾ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിൻ്റെ കഥയുണ്ട്. ബീഹാറിൽ പിന്നെ കേരളത്തിൽ വരുമ്പോൾ കരുണാകരൻ്റെ മകൻ മുരളീധരൻ, അങ്ങനെ ഒരുപാട് മക്കൾ രാഷ്ട്രീയവും. പക്ഷേ കേരളത്തിൽ പിന്നെ സമ്പൂർണ്ണമായി മുഖ്യമന്ത്രി സ്റ്റാൻഡിലൊക്കെ കാൻഡിഡേറ്റായിട്ടൊക്കെ നിന്ന് സമ്പൂർണ്ണമായി മുരളീധരൻ മാറിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം നെഹ്റു ആയിരുന്നു, അത് നെഹ്റു പട്ടേലാകണമെന്നുള്ള കാഴ്ചപ്പാട് വന്നിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അതിനിടയ്ക്ക് മാറി, അല്ലെങ്കിൽ അദ്ദേഹമാകുമായിരുന്നു. പട്ടേൽ എന്തായാലും ആകുമായിരുന്നു. മുഹമ്മദ് അലി ജിന്നയുടെ പേര് വന്നതാണ്. അങ്ങനെ പല പല പേര് വന്നെങ്കിലും അവസാനം നെഹ്റുവാണ് വന്നത്. നെഹ്റു സ്റ്റേറ്റ്സ്മാനാണ്, എല്ലാമാണ്, മിടുക്കനാണ്, ഒരുപാട് ഇന്ത്യക്ക് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു എന്നെല്ലാം പറയുമ്പോഴും നെഹ്റുവിനെതിരെയുള്ള ഒരാക്ഷേപമായി നിൽക്കുന്നത് അന്നും ഇന്നും ശശി തരൂർ വരെയുള്ളവർ പറയുന്നത് ഒരു കുടുംബവാഴ്ചയ്ക്ക് അവസരം ഒരുക്കി. അത് നെഹ്റു കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വന്നു, ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി വന്നു, രാജീവ് ഗാന്ധി കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, പിന്നെ സോണിയാഗാന്ധി ഇടയ്ക്ക് പാർട്ടിയിൽ വന്നു, ആ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്ത് വന്നു, ഇപ്പം മാറി. പക്ഷേ അങ്ങനെ വളരെ വലിയ തോതിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിൻ്റെ അതിപ്രസരമുള്ളത്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തളർത്തിയിട്ടുണ്ടെന്ന് അത് ഒരു വശത്ത് പറയുന്നു. രണ്ടാമതൊരു കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അത് കുറച്ച് കൂടുതൽ കടന്നു കൈയായിപ്പോയി. അതായത് ഈ കുടുംബ രാഷ്ട്രീയത്തിലൂടെ, കുടുംബവാഴ്ചയിലൂടെ വന്ന പാർട്ടിക്കാരും പാർട്ടിയുടെ നേതാക്കളും കൈകാര്യം ചെയ്യുന്ന സ്വത്ത് അവർ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് എന്നും അത് അവിഹിത മാർഗത്തിൽ ഉണ്ടാക്കിയതാണെന്നും കൂടി പറയുമ്പോൾ 3 ചാർജാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ കോൺഗ്രസിനെതിരെ വയ്ക്കുന്നത്. ശശി തരൂർ പണ്ടാരോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശല്യം ഒഴിഞ്ഞു പോവുകയുമില്ല, ഇതിനകത്ത് കിടന്ന് ശല്യം ചെയ്യുകയാണെന്ന് കോൺഗ്രസ്സുകാരുടെ, ഇത് എൻ്റെ വാദമല്ല, എൻ്റെ വാക്കല്ല, കോൺഗ്രസ്സുകാരുടെ ശരാശരി സാധാരണ കോൺഗ്രസ്സുകാരുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇയാളൊരു ശല്യമാണ്, ഇയാൾ ഒഴിഞ്ഞു പോവുകയില്ല, ഇയാളെ മോഡിയൊട്ട് കൊണ്ടുപോവുകയുമില്ല, അങ്ങനെ BJPയിലും പോകുന്നില്ല, അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അസ്വസ്ഥതയുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നു, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു, ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ലേഖനമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബീഹാറിലും ഈ ലേഖനങ്ങളൊക്കെ എതിരാളികൾ, പ്രത്യേകിച്ച് BJPയും നിതീഷ് കുമാറും ഒക്കെ ഇത് പ്രയോജനപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP ഹോൾഡർകാരിത് ഹോൾഡിങ്ങിലുള്ളവരിത് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വലിയ തോതിലാണ് ശശി തരൂർ ഈ ബഹളമുണ്ടാക്കിയിരിക്കുന്നത്. കുറേ ശരികളുണ്ട് രാഷ്ട്രീയത്തിൽ, പക്ഷേ ശരികളുണ്ടെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. യാഥാർത്ഥ്യമാണ്, ഡേറ്റയാണ്. കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ കുടുംബാധിപത്യം കോൺഗ്രസ്സിലുണ്ടായിരുന്നു, വലിയ തോതിലുണ്ടെന്നല്ല, ഇപ്പോഴും വലിയ തോതിലുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയാണ് അനിശ്ചയത്തിനായ, ചോദ്യം ചെയ്യാനാവാത്ത നേതാവ്. പിന്നെ പ്രിയങ്ക ഗാന്ധിയുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മറ്റ് പാർട്ടികളിലും, നിരവധി രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. എതിർവശത്തും അങ്ങും ഇപ്പുറത്തും അപ്പുറത്തും എല്ലായിടത്തും ഉണ്ട്. BJPയിൽ മാത്രമാണ് അത് കുറച്ചില്ലാത്തത്. അത് പക്ഷേ വളരെ ശക്തമായ രീതിയിലാണ് ശശി തരൂർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന് അടുത്ത വിവാദം വരാനിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നും ശശി തരൂർ ഒരു തലവേദന തന്നെയാണ്.